അതായത് വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമ്മൾ മാനുഷികമായ ഒന്നിനെ അന്വേഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് വിശുദ്ധി എന്ന് പറയുന്ന കുറച്ച് പ്രവൃത്തികളാണെന്ന് ചിന്തിക്കാനാണ് നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്താൽ വരുന്ന ഒന്നാണ് വിശുദ്ധ ജീവിതം എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. നമ്മുടെ പ്രത്യാശയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉപദേശങ്ങളിൽ എവിടെയെങ്കിലും തെറ്റിയാൽ ആദ്യം അത് ബാധിക്കുന്നത് നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ നിന്ന് മാറിയാൽ, നമ്മുടെ നോട്ടം നമ്മളിലേക്ക് തന്നെ വന്നാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ നങ്കൂരം സ്വർഗത്തിൽ ഉറയ്ക്കാതെ നമ്മുടെ പ്രവൃത്തികളിലേക്ക് വീണാൽ ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്ന പ്രത്യാശയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ഞാൻ പറയുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഓർത്തെടുക്കുന്നത്. അപ്പൊ പറയുന്ന ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതായത് നമുക്ക് ഉപദേശത്തിൽ എവിടെയെങ്കിലും തെറ്റിയാൽ, ഉപദേശത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആത്മീയതയിലെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ അപ്പോസ്തലിക ലേഖനങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. കാരണം ഇന്ന് വിശ്വാസത്തിന്റെ വലിയൊരു വിശ്വാസത്യാഗം നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ലോകം അതിന്റെ മുഴുവൻ മോഹങ്ങളുമായിട്ട് ഒരു പോരാട്ടം തന്നെ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു അന്ത്യകാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലം. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ കർത്താവിന്റെ വരവ് സമീപമായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം ഭൂകമ്പവും രോഗമൊന്നുമല്ല, അതിനേക്കാളും ഭയങ്കര ഒരു ലക്ഷണമുണ്ട്. എന്താണെന്നറിയാമോ? എതിർ ക്രിസ്തു ആരാണ് എന്ന് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാന് ചിലപ്പോ ഈ ഒത്തിരി പ്രവാചകന്മാർ വന്നിട്ട് സദ്ദാം ഹുസൈനായിരുന്നു എതിർ ക്രിസ്തു, അല്ലെങ്കിൽ പുട്ടിനായിരുന്നു എതിർ ക്രിസ്തു, ആരാണോ ഒരു ഏകാധിപതി ഉള്ളത് അതല്ല എതിർ ക്രിസ്തു ആണെന്ന് വിചാരിക്കരുത്. കാരണം അവരെല്ലാം നമുക്ക് വെറുപ്പാണ്, ലോകത്തിനും വലിയ ഇഷ്ടമൊന്നുമില്ല. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിനെതിരെയുള്ളൊരു തത്വചിന്തയുമായിട്ട് വരുന്നയാളാണ്. ആ ആളിനോട് ലോകത്തിന് ഭയങ്കര സ്നേഹമായിരിക്കും. ലോകത്തിന്റെ ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അവൻ വരുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരാളായിരിക്കില്ല, വളരെ നല്ലൊരു മനുഷ്യനായിരിക്കും ഈ എതിർ ക്രിസ്തു. കാരണം അവന് വഞ്ചിക്കാൻ കഴിയണമെങ്കിൽ അവൻ നല്ലവനായിരിക്കണമല്ലോ. ലോകത്തിലുള്ള നീതിമാന്മാരെ വരെ തെറ്റിക്കാൻ അവന് പറ്റണമെങ്കിൽ, വൃതന്മാരെ വരെ തെറ്റിക്കാൻ അവന് പറ്റണമെങ്കിൽ അവന് നല്ല കുശലതയും നല്ല നന്മ, മനുഷ്യരെ കാണിക്കാനുള്ള നല്ല നന്മകളും അവന്റെ സൈഡിൽ കാണുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവന്റെ മനുഷ്യത്വമാണ്. ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഭയങ്കര മനുഷ്യത്വമുള്ള ആൾ ആരായിരിക്കും എന്നുള്ളതാണ്. കാരണം അവന്റെ സംഖ്യ ഒരു മനുഷ്യന്റെ സംഖ്യയാണ്. മനുഷ്യർക്കുള്ളത് കരുതുന്നതാണ് സാത്താന്റെ പണി, അവനെ രാജാവാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എതിർ ക്രിസ്തു ഒരു മനുഷ്യ സ്നേഹിയായിരിക്കും. അങ്ങനെ വരാൻ പറ്റുള്ളൂ, മനുഷ്യ സ്നേഹിയായിട്ട് വരാൻ പറ്റുള്ളൂ. കാരണം ലോകത്തിലെല്ലാവരും അംഗീകരിക്കണമെങ്കിൽ, ലോകത്തിലെ സാമാന്യ ജനത്തിനെല്ലാം ഇയാളുടെ കൂടെ നിൽക്കണമെന്ന് തോന്നണമെങ്കിൽ അയാൾക്ക് കുറച്ച് നന്മകളുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തു ഒരു മനുഷ്യത്വത്തിന്റെ ആളാണ് എന്നാണ്. അതിന് കാരണം രണ്ട് തരത്തിലുള്ള മനുഷ്യത്വങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്. ഒന്ന് സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. പിള്ളേര് പറഞ്ഞേക്കത്തില്ല, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല ഈ വീട്ടില്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇഷ്ടമാണ്. ഈ ക്രിസ്ത്യൻ ഫെയ്ത്തിനകത്ത് ഒത്തിരി സ്വാതന്ത്ര്യമുള്ള ഒരു ഫെയ്ത്താണ് നമ്മുടെ വിശ്വാസം. നമുക്ക് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണമെന്ന് നിയമമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗം കേട്ട ഒരു മതത്തില് ഇത്ര നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവനെ കൊല്ലാനുള്ള അധികാരമുണ്ട്. നമുക്ക് ഇത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് എപ്പോ എഴുന്നേക്കണമെന്ന് പോലും നിയമമില്ല. 9 മണി വരെ അല്ല 11 മണി വരെ കിടന്നുറങ്ങിയാലും നമ്മൾ ഒരു
പ്രയാസമില്ല. കാരണം ബൈബിളിൽ പറഞ്ഞിട്ടില്ല നീ 6 മണിക്ക് എഴുന്നേക്കണം. ഉണ്ടോ? ബുദ്ധിമുട്ടില്ല. എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എന്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എത്ര നേരം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, കഴിക്കുമ്പോൾ സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള അല്ലാതെ അതെങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു നിയമമില്ല. നീതി നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ആചാരപരമായ നിയമങ്ങളില്ല. നീതിയുടെ നിയമങ്ങളുണ്ട്, ആചാരപരമായ നിയമങ്ങളില്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി മതപരമായ ചടങ്ങുകളിൽ നിന്നും അതിന്റെ ബന്ധനത്തിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയായിരുന്നു. ഈ സംസാരിക്കാൻ നല്ല പ്രയാസമുണ്ട്. ഈ സംസാരിക്കുമ്പോൾ തലയുടെ സൈഡും മൂക്കിലെല്ലാം നല്ല പെയിൻ ഉണ്ട്. പ്രാർത്ഥിക്കാം. നമ്മൾ പറ്റുന്നിടത്തോളം തള്ളി വിടുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. ഓക്കെ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ക്രിസ്ത്യാനിറ്റിയിലൂടെ നേടിയെടുത്ത ഒരു കാര്യമാണ് ലോകത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂ. അതായത് ഈ ക്രിസ്തീയ വിശ്വാസം കടന്നു വന്നിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യമായാലും അമേരിക്ക ആയാലും ക്രിസ്ത്യാനിറ്റി എവിടെ ചെന്നിട്ടുണ്ട് അവിടെ എല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനം. നിങ്ങളെ ശ്രദ്ധിച്ചറിയാം, ലോകത്തിലുള്ള ഫ്രീ കൺട്രീസ് മുഴുവൻ ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. ഇന്ന് അവർക്ക് മതമില്ല, പക്ഷെ ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ശരിക്കുമുള്ള ഒരു ഫ്രീഡം മനുഷ്യന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതല്ലാതെ ഒരു മതത്തിന്റെ ഫോളോവേഴ്സ് ഉള്ള ഒരു രാജ്യത്തിൽ ഒരു ഫ്രീഡം ഉണ്ടായിട്ടില്ല. കാരണം കർത്താവ് തുറന്നു വിട്ട ആ ഫ്രീഡം എന്ന് പറയുന്നത് അത് ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമ്മളെ സ്വതന്ത്രരാക്കി. അത് ശരിക്കും സ്വതന്ത്രരാക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥന്മാരെടുത്താണ്. അപ്പൊ ഏത് മനുഷ്യനും പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാം. അതിന് മതപരമായ ഒരു ചടങ്ങിന്റെ ആവശ്യം. പണ്ടൊക്കെ ഒരു യാഗം അർപ്പിച്ച് അതിന്റെ ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്നൊന്നുമില്ല. ഇന്ന് യേശുവിന്റെ യാഗത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് മനുഷ്യനും കൃപാസനത്തിലേക്ക് പ്രവേശിക്കും. അപ്പോ ആ ഒരു ഇടയ്ക്ക് നടത്തിയ ചിട്ടവട്ടങ്ങൾ നടത്താൻ വേണ്ടി വെച്ചിരുന്ന ഒരു പുരോഹിത വർഗം അപ്രസക്തമായിപ്പോയി. അപ്പൊ ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലാൻ ആളുകളെ ആവശ്യമില്ലാതെ വന്നു. ക്രിസ്തു ഏക മധ്യസ്ഥനായി മാറിയതോടെ മതങ്ങളുടെ മധ്യസ്ഥത അവസാനിച്ചു. അതായത് എനിക്ക് ദൈവത്തെ കാണാൻ ഒരു മതത്തിന്റെയും ആവശ്യമില്ല. ഇത് സ്വാതന്ത്ര്യത്തിന്റെ നല്ല വശം. എന്നാൽ ഈ സ്വാതന്ത്ര്യം മനുഷ്യൻ രാജാവായിരിക്കുന്ന ഒരവസ്ഥയിൽ അനുവദിച്ചാൽ, അതായത് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം ഇല്ലാതെ ഈ സ്വാതന്ത്ര്യം ഒരാൾ അനുഭവിച്ചാൽ, ആ സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ആശയം. നമ്മുടെ പിള്ളേരെ വളർന്നു വരുമ്പോൾ അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പുതിയ മാനവികതയാണ്. എന്താണ് ഈ പുതിയ മാനവികതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിൽ രാജാവ് മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ രാജത്വം എന്ന് പറയുന്നതാണ് അന്ത്യകാലത്ത് ഏറ്റവും വലിയ ഫിലോസഫി. അതായത് ദൈവം പോലും മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനാണ് രാജാവ്. ഇനി നമ്മുടെ ഈ പെന്തക്കോസ്റ്റിലുള്ള തിയോളജി എന്ന എക്സാമിൻ, വേദശാസ്ത്രം എന്ന എക്സാമിൻ ചെയ്യുന്നത് മനുഷ്യർ ദൈവത്തിന് വേണ്ടിയാണോ ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണോ? ദൈവം മനുഷ്യർക്ക് വേണ്ടിയാണ്. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി, എന്റെ പിള്ളേര് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി, എന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയല്ലേ എനിക്ക് ദൈവം. അല്ലെങ്കിൽ എനിക്ക് ദൈവം എന്തിന്? അപ്പൊ ദൈവത്തിന് സെർവ് ചെയ്യാൻ മനുഷ്യർ എന്നുള്ളതല്ല, മനുഷ്യരെ സെർവ് ചെയ്യുവാൻ ദൈവം. അപ്പൊ വേദശാസ്ത്രം മുഴുവൻ ദൈവവും ദൂതന്മാരും, നിങ്ങൾ കണ്ടില്ലേ പാസ്റ്റർമാരെ പറയുന്നത് ദൂതന്മാരെ കാവലേൽപ്പിച്ചിരിക്കുന്നു. എന്തിനാ? നമ്മുടെ സ്വത്തിന്. അപ്പൊ ദൂതന്മാരുടെ പണി എന്താണെന്നറിയോ? എന്റെ രാജ്യം സംരക്ഷിക്കുക. അതായത് എന്റെ കോഴിയെ കുറുക്കം കൊണ്ടുപോകാതെ നോക്കാനുള്ള പണി ആരാ നോക്കുന്നറിയോ? മറ്റുള്ളവരൊക്കെ പട്ടിയെ വളർത്തുമ്പോൾ
കുറുക്കനെ ഓടിക്കാൻ പട്ടിയെ വളർത്തുന്നു, എനിക്ക് ദൈവം ദൂതന്മാരെ വെച്ച് കോഴിയെ സംരക്ഷിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും എല്ലാം ഈ പുതിയ മാനവികതയുടെ ഭാഗമാണ്. അതായത് മനുഷ്യൻ രാജാവ്, അവന് സുഖമായി ജീവിക്കണം, അവൻ ഏറ്റവും നല്ല കാറിൽ പോകണം, അവൻ ഏറ്റവും നല്ല ജോലി കിട്ടണം, അവൻ ഏറ്റവും നല്ല വീട് വെക്കണം, അവന്റെ പിള്ളേർ ഏറ്റവും നന്നായിട്ട് വരണം. അവന്റെ കാര്യം, മനുഷ്യന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ പറയുമ്പോൾ ദൈവം. അപ്പൊ മാനവിക സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ ഇഷ്ടം നടക്കാൻ, സാധാരണഗതിയിൽ മനുഷ്യന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ മതി. അതായത് ഈ അവിശ്വാസികളെ സംബന്ധിച്ച് അവർ പഠിച്ച്, അവരധ്വാനിച്ച്, അവർ കഷ്ടപ്പെട്ട് അവരുടെ കാര്യം ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു, ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം സുഖമാക്കാൻ നമുക്ക് ദൈവവും കൂടെ ഉണ്ട്, ഒരു സർവശക്തനായ ദൈവവും കൂടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ഈ ലോകം എൻജോയ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഒരു ഫിലോസഫി വളർന്നു മനുഷ്യനെ രാജാവാക്കി, ദൈവത്തെ പോലും ഒരു സെർവന്റ് ആക്കി. ദൈവത്തെ സെർവന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന കൂലി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും 10% കമ്മീഷനാണ്. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തന്നാൽ കൃത്യം 10% കമ്മീഷൻ കൊടുത്തു തന്നെയാണ് നമ്മൾ ദൈവത്തെ വെച്ചത്. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞാണ്, എന്റെ പാസ്റ്റർ 25,000 രൂപയുടെ ദശാംശം എന്ന് പറയുന്നത് 2,500 രൂപ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു അതെ പാസ്റ്ററെ, 2,500 രൂപ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൂലി ശരിക്കും കൊടുത്തിട്ടും കർത്താവ് എന്ത് ചെയ്യുന്നില്ല, ഈ പണി ചെയ്തു തരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ നടത്താൻ, അതായത് അവന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജനമായിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, അവനെ ഉപയോഗിച്ച് ഞാൻ കംഫർട്ടും സുഖവും എന്റർടൈൻമെന്റും കണ്ടെത്തുന്നു. അപ്പോൾ ഇത് ഈ നമ്മുടെ ഇടയിൽ വളർന്നു വന്ന എത്ര തൂത്ത് കളഞ്ഞാലും പോകാത്തൊരു പ്രവണതയാണ്. ഞാനിത് പലപ്പോഴും പല സഭകളിലും പറഞ്ഞിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ എന്തിനു വേണ്ടിയുള്ളതെന്നറിയാം? വിഷയങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അത്രയൊന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് കേട്ടാ കൊള്ളുന്നുണ്ട്. എന്താ ഈ പ്രാർത്ഥിക്കുന്നതെന്നറിയാം? ഇത്ര തീരുമാനമാത്ത വിഷയങ്ങൾ എന്താ? കൂടി വന്നങ്ങ് മരിച്ചുപോയി, അത്രയേ ഉള്ളൂ. നേരെ കർത്താവിന്റെ അടുത്തോട്ടല്ലേ ചെല്ലും? ആണോ? ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടെന്ന് വെക്കേ, ദൈവം നടത്താതിരിക്കുമോ? നിങ്ങൾ എന്നെ പാതിരാത്രി ദുബായിൽ നിന്ന് വഴിയെടുത്തോണ്ട് ഓടിക്കരുത്, എന്നിട്ട് ഒന്നാമതെ വയ്യ. ഈ സാത്താനെ നമ്മൾ പേടിക്കുമ്പോൾ സാത്താന് ഭയങ്കര ഗമയാണ്. അപ്പൊ അവനറിയാം ഈ ചേസിന് കുറച്ച് ദാരിദ്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിരികുറിക്കാൻ, ടെൻഷൻ അടിക്കാൻ തുടങ്ങും. പോരാട്ടം എന്ന് പറഞ്ഞ് എന്നെ പൂഴ്ത്തി പറയും, സാത്താൻ ഒപ്പിച്ചതാന്ന് പറയും. കുറെ കഴിയുമ്പോൾ അവന് മനസ്സിലാകും ഇവന് ദാരിദ്ര്യം കൊടുത്തിട്ടും കാര്യമില്ല, സമ്പത്ത് കൊടുത്തിട്ടും കാര്യമില്ല, ഇവന്റെ അടുത്ത് കളി എളുപ്പമല്ലെന്ന് സാത്താന് മനസ്സിലാവും. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരായാലും അത് മനസ്സിലാവും. നമുക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴേക്കും നിലവിളിച്ച് കരയുമ്പോൾ സാത്താൻ ചിരിക്കുക. കാരണം അവന്റെ ശക്തിയാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി നിന്നാ അറിയാം, ഒരു കാലത്ത് കർത്താവിനെ വേണ്ടി അധ്വാനിച്ചിട്ട് ഇന്ന് കർത്താവിനെ കൊണ്ട് നമുക്കായി അധ്വാനിപ്പിക്കുക. നമ്മുടെ ലോകത്തിന്റെ വിശാലമായ വഴിയിലേക്ക് കർത്താവെ ഇറങ്ങി വരണേ എന്ന് പറയുമോ? ഇതിനകത്ത് മുഴുവൻ പാപോ. അവൻ കാണിച്ച് ഇടുക്കുവഴിയിലൂടെ നമ്മൾ പോകുന്നതിന് പകരം നമ്മുടെ വിശാലമായ വഴിയിലേക്ക് അവനെ വിളിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ ഞങ്ങളുടെ ബിസിനസിന്റെ നടുവിലേക്ക് ഇറങ്ങിയോ, ഞങ്ങളുടെ ബിസിനസിന്റെ നടുവിലേക്ക്. കർത്താവ് നമ്മുടെ ബിസിനസ്സിനെ വിട്ടൊന്ന് ഇറങ്ങി വരാൻ പോകുന്നു. പത്രോസ് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാലും പത്രോസ് വിളിച്ചില്ല, കർത്താവെ നാളെ മീൻ പിടിക്കാൻ പോകുമ്പോൾ നീ എന്റെ കൂടെ പറഞ്ഞു. എനിക്കൊരു വലിയ വിഷയമുണ്ട് കർത്താവെ, രാത്രി അലഞ്ഞിരിഞ്ഞാൽ എനിക്ക് മീൻ കിട്ടുന്നില്ല, എന്റെ വീട് ശരിയാവുന്നില്ല, അവിടെ പൈസ ഇല്ല, ഞാൻ കഷ്ടപ്പെടുവാണ്, നീ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം, എല്ലാ ദിവസവും എനിക്ക് മീൻ പിടിക്കാൻ നീ എന്റെ കൂടെ വരണം എന്ന് പത്രോസ് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കർത്താവ് അവന് ചെയ്തു കൊടുക്കാൻ. പക്ഷെ അവന് കർത്താവിനെ പിന്നെ അനുഗമിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതം നോക്കി ഒരു കാര്യം മനസ്സിലാവും.
അവർ കർത്താവിൽ നിന്ന് ഭൗതികമായി ഒന്നും പ്രാപിച്ചവരല്ല. ഭൗതികമായി ഒന്നും പ്രാപിച്ചവരാ. അപ്പോ ശിഷ്യന്മാരായിട്ട് അനുഗമിക്കുന്നവരെല്ലാം കർത്താവ് പറഞ്ഞു, ഇട്ടിട്ട് പോരെ, ഇന്ന് പോരെ. വിളിക്കുന്നിടത്തെല്ലാം അവര് വിഷയങ്ങളുണ്ട് കർത്താവ്, എന്റെ അടുത്തോട്ട് പോകാന്നല്ല പറയും. വിഷയങ്ങളെല്ലാം വേണ്ടിയിട്ട് കർത്താവിന്റെ പുറകെ പോവാ. വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ ദൈവം മനുഷ്യരെ പിടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല ഇന്നുള്ളത്, മീൻ പിടിക്കാൻ വേണ്ടി ദൈവത്തെ വിളിക്കുന്ന ആൾക്കാർ. ഞാനിത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം മുഴുവൻ വ്യാപരിക്കുന്ന മനുഷ്യന്റെ രാജ്യത്വം, മനുഷ്യൻ അധികാരിയായി മാറുന്ന ഒരു സമൂഹം. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയേ, മനുഷ്യന്റെ രാജ്യത്വം എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് സ്വാതന്ത്ര്യം. ഒരു മനുഷ്യന് എന്തുമാത്രം സ്വാതന്ത്ര്യമാകാം. വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ ആരാ ചോദിക്കുക? ശരിയല്ലേ? നമ്മൾ ആരാ ചോദിക്കുക? അടുത്തത്, ഞങ്ങളുടെ തീരുമാനം കല്യാണം വേണ്ടാന്ന്. കല്യാണം കഴിച്ചാൽ മാത്രം ഒന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആര് പറഞ്ഞു? എനിക്ക് ഇഷ്ടമുള്ളവരോട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സ്വാതന്ത്ര്യം പോകുന്ന വഴിയാണ് ഒരു പടിയുടെ കറങ്ങും. ഈ നമ്മുടെ പിള്ളേരെ നേരിടാൻ പോകുന്ന അടുത്ത കാലം, അടുത്ത ജനറേഷൻ, ഈ മനുഷ്യൻ പണിതുണ്ടാക്കുന്ന ബാബിലോണിയ സംസ്കാരം, അതാണ് സ്വർഗീയ യെരൂശലേമിന്റെ ശത്രു. ബാബിലോൺ മനുഷ്യന്റെ കൈപ്പണിയാണ്. യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ലോകം മുഴുവൻ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ബാബിലോണിലേക്ക് ഉള്ളവരും യെരൂശലേമിലേക്കുള്ളവരും. അതാണ് ശരിക്കുള്ള വിഭജനം. ഈ ബാബിലോൺ പണിയപ്പെടുന്ന എല്ലാം മനുഷ്യന്റെ കഴിവുകൊണ്ടും മനുഷ്യന്റെ കയ്യിലുള്ള റിസോഴ്സ് കൊണ്ടും. അതിന്റെ അടിസ്ഥാനം എന്റർടൈൻമെന്റ് ആണ്, സുഖം. നമ്മളൊരാളുമായിട്ട് സൗഹൃദം ഉണ്ടാവണമെങ്കിൽ, നമ്മളൊരാളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കണമെങ്കിൽ നമുക്ക് അതിനകത്തൊരു എന്റർടൈൻമെന്റ് ഉണ്ടാവണം, ഒരു സുഖം ഉണ്ടാവും സംസാരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പാസ്റ്റർ വന്നിരുന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, 5 മിനിറ്റായി 10 മിനിറ്റായി പുള്ളി നിർത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എൻജോയ്മെന്റ് കുറഞ്ഞു വരും. ഇതിനൊരു തിയറി ഉണ്ട്. ആ തിയറി എനിക്ക് മറന്നുപോയെങ്കിലും ഒരു എക്കണോമിക് തിയറിയാണ്. അതായത് ആദ്യം ഐസ്ക്രീം കഴിക്കുന്ന കൊച്ചിന് എന്തുമാത്രം പ്ലഷർ ഉണ്ടാകുന്നു അത്ര ഐസ്ക്രീം രണ്ടാമതായി കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പാല് കുറഞ്ഞു. അങ്ങനെ മൂന്നാമത് ഐസ്ക്രീം കഴിക്കുമ്പോൾ കൊച്ചിന് അത്രയും കൂടെ വാല്യൂ ഉണ്ടാകും. അങ്ങനെ കുറഞ്ഞു. വിശ്വാസം അങ്ങനെ തന്നെ. നമ്മൾ പതുക്കെ ആത്മാവിനുള്ളത്, അല്ലെങ്കിൽ അത് കുറഞ്ഞു. അപ്പൊ ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ നിയമങ്ങളുടെ പിടിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ട് വിവാഹ നിയമങ്ങളോ സമൂഹ നിയമങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ മനുഷ്യന്റെ സുഖമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പലരും ചോദിക്കുന്നത്, എന്തിനാണ് വിവാഹം എന്ന ബന്ധനം? ആരുടെയും കൂടെ ജീവിച്ചാൽ പോരെ? ഇന്നൊരാളുടെ കൂടെ എങ്കിൽ നാളെ വേറെ. എന്റെ സ്വാതന്ത്ര്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇതെന്റെ ലൈഫ്. ഇതിനെയാണ് നമ്മൾ അത്യന്താധുനിക മാനവികത എന്ന് പറയുന്നത്. അതുപോലെ ഒരു കുഞ്ഞുണ്ടാവും, ഇതിനകത്ത് ഒത്തിരി ഭയങ്കര കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്ന ആണുങ്ങളാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആൺപിള്ളേർ, അടുത്ത ജനറേഷൻ. ഈ പെൺപിള്ളേര് പഠിച്ച് റാങ്ക് മേടിച്ച് ജോലി മേടിച്ച് അവര് എല്ലായിടത്തും സെറ്റിൽ ആവുകയും ആൺപിള്ളേർ വലിയൊരു പങ്കും ഉഴപ്പിത്തിരിഞ്ഞ് നടന്ന് പഠിക്കാൻ പറ്റാത്തവരായി, ബ്രെയിൻ ഡാമേജ് ആയി, കഞ്ചാവ് ഇത്തിരി അടിച്ച്, TV മൊബൈലും കൈയെടുക്കാതെ കണ്ണെടുക്കാതെ, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കാതെ, വലിയൊരു അപകടം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് ക്യാമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, മനുഷ്യന് സ്വാഭാവികമായി ദൈവം നൽകിയിരുന്ന മിക്കവാറും എല്ലാ എബിലിറ്റീസും നശിപ്പിച്ചു. മനുഷ്യർക്ക് കണക്കൂട്ടാനുള്ള കഴിവില്ല. നേരത്തെ നമുക്ക് 160, 74 എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അതങ്ങനെ സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് കാൽക്കുലേറ്റർ വേണം.
ഇനി നമുക്ക് ദൂരം നടക്കാൻ പറ്റത്തില്ല, ടയർഡാവും. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല, എല്ലാ വീഡിയോയിൽ കാണുമോ, നമുക്കൊന്ന് ചിന്തിക്കാനുള്ള കഴിവ്, ഓർമ്മയിൽ വെക്കാനുള്ള കഴിവ് പോയി. അതോടൊപ്പം തന്നെ നമ്മൾ സത്യത്തിന്റെ വചനം കേട്ടാൽ അത് ഹൃദയത്തിൽ ഹോൾഡ് ചെയ്യാനുള്ള കഴിവ് പോയി. നമുക്ക് ഈ പ്രസംഗം കേട്ട് ഇറങ്ങുമ്പോൾ അതങ്ങ് മറന്നുപോകും. ഇത് നമ്മൾ നമ്മുടെ ലൈഫ് ഇനി അടുത്ത പ്രസംഗം കേൾക്കുമ്പോഴാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതാണല്ലോ സംസാരിച്ചതെന്ന് ഓർത്തു. നമ്മുടെ പിള്ളേർക്കും അങ്ങനെ തന്നെയാ. അവർ സത്യം മനസ്സിലാക്കിയാലും ആ സത്യം ജീവനായി മാറുന്നില്ല. അപ്പൊ ശരിക്കും ഈ ദൈവത്തിന്റെ ഒരു വചനവും ക്രിയ ചെയ്യാത്ത ഒരു അനുഭവത്തിലേക്കാണ് ഈ അവസാന കാലത്ത് മനുഷ്യൻ മുഴുവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സ്വാഭാവികമായ കഴിവുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഇരിക്കാനുള്ള കഴിവ് പിള്ളേർക്കില്ല. രസമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച പ്രസംഗിച്ച് പറഞ്ഞ ഒരു 15 വർഷം കഴിയുമ്പോൾ മനോരമയുടെ മാട്രിമോണിയൽ പരസ്യം ഇങ്ങനെയായിരിക്കും: കുഞ്ഞുങ്ങളെ നോക്കാനും കുക്ക് ചെയ്യാനും അറിയാവുന്ന സഹോദരന്മാരിൽ നിന്നും അല്ല പുരുഷന്മാരിൽ നിന്നും ക്രിസ്ത്യ കുടുംബത്തിൽ പിറന്ന ജോലിയുള്ള 6 ശമ്പളമുള്ള പെൺകുട്ടി വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. ജോലി വേണ്ടാത്തവർക്ക് മുൻഗണന. കാരണം വീട്ടിലെ കാര്യം നടന്നാൽ മതി അവർക്ക്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം പെൺപിള്ളേർ തീരുമാനിക്കും എന്തിനാ ഇവൻ പറയുന്നത് കേൾക്കുന്നത്. ഒന്നാമത് പൈസ ഒന്നും കൊണ്ടിരുന്നില്ല, വെറുതെ വഴക്കും ബഹളമാണ്. അതെല്ലാം ടെസ്റ്റ് ട്യൂബ് ശിശുവും മതി, നമുക്ക് ജീവിച്ചു പോകാൻ അത് മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ആണുങ്ങളെ കൊണ്ട് ഒരു കാര്യം ഇല്ലാതായിരിക്കും. ഞാൻ തമാശ പറഞ്ഞതല്ല, പകുതി തമാശയായിട്ട് എടുക്കാമെങ്കിലും ഈ എവല്യൂഷൻ, അതായത് ഈ സോഷ്യൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന സമൂഹമല്ല നമ്മൾ നാളെ കാണുന്നത്. ഈ വിമൻസ് റൈറ്റ്സ് എന്ന് പറയുന്നത്, സ്ത്രീകളുടെ റൈറ്റ്, ഒരു പരിധിവരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ഇഷ്യൂ അത് എന്റെ മനസ്സുകൊണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സ്ത്രീകൾ പലപ്പോഴും ഒത്തിരി ചങ്ങലക്കകത്താണെന്നും അവരെപ്പോഴും ബന്ധനത്തിലാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശരിയാത്. നിങ്ങൾക്കറിയാം, ഒരു പെൺകുട്ടി ഒരു ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ പെൺകുട്ടി ചെറുക്കന്റെ വീട്ടിൽ പോയി അവിടുത്തെ അപ്പനെയും അമ്മയും നോക്കി താമസിക്കണമെന്ന് ബൈബിളിൽ ഇല്ല. നമ്മൾ തുറന്ന് വിചാരിക്കും അങ്ങനെ ഇരിക്കാൻ. സത്യത്തിൽ ബൈബിൾ പറഞ്ഞേക്കുന്നേ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേർന്ന് എടാ മോനെ നീ ഇറങ്ങി പോവാനാ അവളുടെ കൂടെ. ഈ സഹോദരിമാരെല്ലാം വഴക്കുണ്ടാക്കില്ലേ, വീട്ടിൽ ചെന്ന് എന്നെ കൊണ്ട് പറ്റിയെന്ന് പറയരുത്, അത് സ്നേഹമല്ല. സ്നേഹം എന്ന് പറയുന്നത്, അപ്പൊ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്താ? ഭർത്താവിന് വീട്ടിലൊരു മകളെ, ആ അമ്മയെ അപ്പനും അമ്മയ്ക്ക് ഒരു മകളെ കിട്ടിയ പോലെ തന്നെ ഈ മോളുടെ വീട്ടിലും ഒരു മകനെ കിട്ടുന്നു. അല്ല നീ എന്റെ വീട്ടിലെ കാര്യം നോക്കിയിട്ട് അവിടുത്തെ വീട്ടിൽ നോക്കിയാൽ ബൈബിളിൽ വചനമില്ല, അതാ പ്രശ്നം. ഉണ്ടോ? ഇല്ല. സ്ത്രീയും പുരുഷനും ഒരു പെൺകുട്ടിയെ ഒരു അപ്പനമ്മയെ വളർത്തിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട എടുത്തുകൊണ്ട് നടന്ന് പുന്നാരിച്ച് വളർത്തിയിട്ട് ഒരു ദിവസം പറഞ്ഞു വിടുന്നു, ടാറ്റാ ബൈ ബൈ, ഇനി ആ പെൺകുട്ടിയായിട്ട് നമുക്ക് ബന്ധമില്ല, അത് വേറൊരു വീട്ടിലെ കുട്ടിയായി മാറി. അവിടുത്തെ വീട്ടുപേര് ഇനി അപ്പനെ അമ്മയും കാണാൻ ഭർത്താവ് അനുവദിച്ചാ കാണും. എന്തൊരു കഷ്ടം. ബൈബിളിലുണ്ടോ അങ്ങനെ? നമ്മുടെ ഇന്നത്തെ സമൂഹത്തെക്കാളും 100 ഇരട്ടി ലിബറലാ ബൈബിള്. നമ്മൾ അത്ര എത്തിയിട്ടില്ല. നമ്മൾ ബൈബിളിന്റെ അത്രയും ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയിട്ടില്ല ശരിക്കും. സഹോദരിമാർക്കെല്ലാം ഭയങ്കര സന്തോഷമാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇത് ഇങ്ങനെ ശരിയാണല്ലോ. ഞാൻ ഈ അമ്മായിപ്പനെ അമ്മായിപ്പനെ നോക്കി ഇങ്ങനെ, സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തരും കർത്താവിന്റെ വിശ്വസ്ത ദാസികളുമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. പക്ഷെ അതേസമയത്ത് ഭർത്താക്കന്മാർ എനിക്ക് പറയാനുള്ളത്, അവരുടെ അപ്പനെയും അമ്മയും നിങ്ങൾ സ്വന്തം അപ്പനെ അമ്മയെ പോലെ കരുതാനുള്ള ഒരു കടമ നിങ്ങൾക്കുണ്ട്. അത് രണ്ടും ഈക്വലാണ്. സന്തോഷമായല്ല? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ടെങ്കിലും എത്രയോ സ്വാതന്ത്ര്യം തന്നിട്ടും ആ സ്വാതന്ത്ര്യത്തിന്റെ വശം നമ്മൾ ലോകത്തെ കാണിക്കുന്നില്ല.
നമ്മൾ ലോകത്തെ കാണിക്കുന്നത് മതത്തിന്റെ കഠിനമായ നിയമങ്ങളുടെ വശമാണ്. അവർക്ക് അതിനോട് മടുത്തിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുക? നിയമമില്ലാത്തൊരു വ്യവസ്ഥയെ നമ്മുടെ പിള്ളേർക്ക് എന്തിഷ്ടമെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നവർക്ക് ഇഷ്ടമാണോ? എത്ര പേരുടെ വീട്ടിൽ പ്രത്യേകിച്ച് ആൺപിള്ളേർ ഇഷ്ടത്തോടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നുണ്ട്? വളരെ കുറവാണ്, വളരെ കുറവാണ്. കാരണം അവർക്ക് എന്റർടൈൻമെന്റ് ഇല്ല പ്രാർത്ഥനയ്ക്കകത്ത്. ഈ ആൺപിള്ളേർ വിചാരിക്കുക ഇയാൾ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത്? ഇതൊക്കെ അറിയാം, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകം ഇത്ര വേഗം ഒരു ഡിസിന്റഗ്രേഷനിലോട്ട് പോകുന്ന ഈ സമയത്ത് അടുത്ത തലമുറയിലെ പാസ്റ്റർമാരും ഇല്ല, ശിഷ്യന്മാരും ഇല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയാണ്. പെൺപിള്ളേർ കല്യാണം ആലോചിക്കുമ്പോൾ ദൈവഭക്തരായ ആൺപിള്ളേരെ കിട്ടാനില്ല എന്നുള്ളത് പെന്തക്കോസ്റ്റിനകത്ത് വരെയുണ്ട്, ഇഷ്ടം പോലെ. ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ചിനകത്ത് ഭക്തിയോടെ ജീവിക്കുന്ന ആൺപിള്ളേരെ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ ഉണ്ട്. വലിയ ചർച്ചകളിലുണ്ട് കേട്ടോ. പക്ഷെ പെന്തക്കോസ്റ്റൽ ട്രഡീഷണൽ ചർച്ചുകളിൽ അവരുടെ ഈ ആൺപിള്ളേരുടെ ഫെയ്ത്തിന് വലിയ കാര്യമായ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്നറിയോ? ഞാൻ നമ്മുടെ സാധാരണ വിഷയമല്ല സംസാരിക്കുന്നത്, അല്ലെ? സാരമില്ല, വല്ലപ്പോഴും അല്ലേ. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്റ്റൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഫെമിനിൻ സ്പിരിച്വാലിറ്റിയാണ്. ആൺപിള്ളേർക്ക് ഒട്ടും പറ്റത്തില്ല. എന്താ ഈ ഫെമിനിൻ സ്പിരിച്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി വലിയൊരു പങ്കും ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്നതാണ്. എന്റെ പിള്ളേരുടെ ഗതി എന്താകുമോ, എന്റെ ഭർത്താവിന്റെ ഗതി എന്താകുമോ, ജോലിക്കാരും നാളെ സ്ഥിരം ഉണ്ടാകുമോ, വീട് പണി എന്താകുമോ, എന്റെ മക്കൾ നേരെ വരുമോ, ഭയങ്കര ടെൻഷനാണ്. ഈ ആത്മീയ ലൈഫ് മുഴുവൻ ഈ ടെൻഷൻ പരിഹരിക്കാൻ വേണ്ടിയുള്ള എക്സിസ്റ്റൻഷ്യൽ യുദ്ധങ്ങളാണ്. നമ്മുടെ പിള്ളേർക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യവും. അപ്പൊ ഉപജീവന ചിന്തകളെ സംബന്ധിക്കുന്ന ടെൻഷൻസ് ആണ് ഈ അമ്മമാർ മുഴുവൻ കർത്താവിന്റെ അടുത്തോട്ട് പകരുന്ന ഈ ടെൻഷനാണ്, വിശ്വാസം ഇല്ലായ്മയാണ്. അപ്പൊ പെന്തക്കോസ്റ്റൽ ചർച്ചകളില് സാധാരണ നമ്മുടെ ഈ ചർച്ചിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു പ്രവാചകൻ വന്നാൽ ആ പ്രവാചകൻ അഡ്രസ് ചെയ്യുന്നത് പുരുഷന്മാരെയല്ല, അവിടുത്തെ സ്ത്രീകളെയാണ്. കാരണം അവിടുത്തെ പ്രാർത്ഥനാ മീറ്റിംഗ് വയ്ക്കുന്ന വെള്ളിയാഴ്ച സ്ത്രീകളെ അറ്റൻഡ് ചെയ്യുന്നത്. പാസ്റ്റർമാർ പുരുഷന്മാരാണെങ്കിലും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഗൾഫിൽ കുറച്ച് വ്യത്യാസം തോന്നുന്നു. പക്ഷെ നാട്ടിൻപുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ആമ്പിള്ളേർക്ക് ഈ അമ്മമാർ പറയുന്ന സ്പിരിച്വാലിറ്റി ഒട്ടും ദഹിക്കുന്നു. അതിന്റെ കാരണം ഈ ഉപജീവന ചിന്തകളിൽ പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയിലാണ് ഈ ആത്മീയത മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ലോകം മുഴുവൻ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്? ദ ബെസ്റ്റ് ഫോം ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയും മതം ഞങ്ങളുടെ ശത്രുവാണ്, കാരണം ഞങ്ങൾ മാനവികതയിൽ വിശ്വസിക്കുന്നു, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നു. എന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ വയറ്റിലൊരു കൊച്ചുണ്ടായ, സോറി ഞാൻ എക്സാമ്പിൾ പറയുന്നത്, എന്റെ വയറ്റിലൊരു കൊച്ചുണ്ടായാൽ അതിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്റെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ഫ്രീഡം. അമേരിക്കയിൽ ഇത് കുറച്ചുകൂടെ വളർന്നിട്ട് തോക്കുകൊണ്ട് നടക്കാനുള്ള ഫ്രീഡം, വെടിവെച്ച് കൊള്ളാനുള്ള ഫ്രീഡം വരെയായി. കേരളത്തിലെ ഇവിടുത്തെ കാത്തലിക് കോളേജുകൾ, ഒരു പ്രധാനപ്പെട്ട കാത്തലിക് കോളേജിൽ പഠിപ്പിച്ചാണ് നമ്മുടെ ഞങ്ങളുടെ ചർച്ച, ഇവിടുത്തെ ചർച്ചകളിലുള്ള ഒരു മോളെ ഇവിടെ സെമിനാറിൽ പഠിപ്പിച്ചതാണ്. നീ ഒരു സ്ത്രീയായി ജീവിക്കണം നിർബന്ധമൊന്നുമില്ല, നിനക്ക് പുരുഷനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും നിന്നോട് ചോദിക്കാനില്ല, ദൈവമൊന്നുമില്ല. ആരെ പേടിച്ചിട്ടാണ്? നിനക്ക് പുരുഷനായി ജീവിക്കണോ? ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് പുരുഷനായിട്ടങ്ങ് ജീവിക്കുക. നീ ഏത് ലിംഗത്തിൽ പിറന്നതാണെന്ന് തീരുമാനിക്കാൻ നിനക്കാണ് അവകാശം. എങ്ങനെയുണ്ട് സ്വാതന്ത്ര്യം പോയ പോക്ക്? അപ്പൊ മനുഷ്യനെ സ്വതന്ത്രനാക്കിയാൽ, നമ്മുടെ ഈ പാവം മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ഒന്നാം നമ്പർ ശത്രു. ദൈവത്തിന്റെ മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയുടെ ശത്രു. അവൻ
നന്മയുടെയും നേരിന്റെയും ശത്രുവായിട്ടാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അന്ത്യകാലത്ത് മ്ലേച്ഛതയായിട്ടാണ് വെളിപ്പെട്ട് വരുന്നത്. സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും മ്ലേച്ഛത പ്രവർത്തിക്കത്തക്ക രീതിയിൽ അതിനെന്താ കുഴപ്പം എന്ന് നമ്മുടെ പിള്ളേർ ചോദിക്കുന്ന തലത്തിലേക്ക് വെസ്റ്റേൺ സിവിലൈസേഷൻ, ഇന്ത്യൻ സിവിലൈസേഷൻ എല്ലാം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പാസ്റ്ററിനോട് പറഞ്ഞ, പണ്ട് അമേരിക്കയിലൊക്കെ വല്ലവരും പോയി കഴിയുമ്പോൾ എല്ലാവരുടെയും പേടി ഇവനെങ്ങാനും ഒരു സായിപ്പിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമോ, മദാമയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമോ എന്നുള്ളതായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞു, നിന്റെ മോൻ അമേരിക്കയിൽ പോയി കല്യാണം മദാമയെ കല്യാണം കഴിച്ചുകൊണ്ട് വരും. കേട്ടിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും നമ്മുടെ അമ്മച്ചിമാർക്ക് വീട്ടിലൊരു മദാമോ നാഷ് ബുഷ് ഇംഗ്ലീഷ് പറയുന്നത് എന്നാ പറഞ്ഞാലും മനസ്സിലാവാത്ത രണ്ടു മൂന്ന് വെളുത്ത പിള്ളേരും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവർ പ്രാർത്ഥിക്കുക, എന്റെ കർത്താവേ, എന്റെ കൊച്ച് അമേരിക്കയിൽ പോയിട്ട് ഒരു അവിടെ ആരെയും കല്യാണം കഴിക്കാതെ വിടുന്ന ഒരു ഇന്ത്യക്കാരിയെ തന്നെ കെട്ടണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വരും, മലയാളിയിൽ തന്നെ. പക്ഷെ ഇന്നത്തെ പ്രാർത്ഥന പാസ്റ്റർ പറയാൻ മാറി, എന്റെ കർത്താവെ, അയാൾ ഒരു പെണ്ണിനെ തന്നെ കെട്ടണേന്നായി. കാലം അങ്ങനെയായി. ഒരു ദിവസം മകൻ വന്ന് അമ്മയുടെ അപ്പനും പറയാം, ദിസ് ഈസ് മൈ പാർട്ട്ണർ എന്ന് പറഞ്ഞ എന്നാ ചെയ്യും, നാട് വിട്ട് പോകേണ്ടി വരും. ആലോചിച്ച് കാലം പോയ പോക്ക് എങ്ങനെ നമ്മുടെ പിള്ളേർ പിടിച്ചിരിക്കുന്ന പറയുന്നത്. വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കോ? എന്ത് വിടുതൽ? ഈ പിള്ളേർ പ്രാർത്ഥിക്കുമല്ലോ, വിടുതൽ നടക്കുന്നുണ്ടോ? ഇല്ല താനും. അതുകൊണ്ട് പകുതി പേരുടെ ഉള്ളിൽ വിടുതൽ നടക്കാത്തതുകൊണ്ട് വിശ്വാസം പോയിരിക്കും. അവർ നിങ്ങളോട് പറയാനെന്നുള്ളൂ. പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുന്നുള്ള വിശ്വാസം പോലും പിള്ളേർക്കില്ല. കാരണം നടക്കുന്നില്ല പലതും. നമ്മൾ ഇപ്പം നടക്കും, നാളെ വിടുതലാന്ന് പറയുന്നു. പിന്നെ നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളിപ്പോഴും വിശ്വാസികളായിട്ട് നടക്കുന്നു. നമ്മുടെ ഉള്ളിൽ പറയാൻ നടക്കാനൊന്നും പോകുന്നില്ല. ഇത്രയും ഞാൻ പറയണ്ടായിരുന്നല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വിശ്വാസം തന്നെ ഫേക്കായി പോയതാണ്. അന്ത്യകാലത്ത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റ് എല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ച് ഇത് കഴിഞ്ഞിട്ട് വന്നു. ഈ പ്രാർത്ഥന ലിസ്റ്റുകളെല്ലാം എടുത്ത് വെച്ച് നോക്കി, അതിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ലോകസംബന്ധമായിട്ടുള്ളത്. വിട്ടുതൽ ഇന്ന് വേണം, കർത്താവ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആത്മാവിന് വേണ്ടി ആയിരിക്കില്ല, ആത്മനിറവിന് വേണ്ടി ആയിരിക്കില്ല, വിശദീകരണത്തിന് വേണ്ടി ആയിരിക്കില്ല, ലോകത്തിലുള്ള എന്തെങ്കിലും വിഷയം. ഈ വിശ്വാസവുമായിട്ട് ഇത്രയും വലിയ ശത്രു നമുക്കെതിരെ വരുമ്പോ നമ്മുടെ പിള്ളേർക്ക് നേരിടാൻ പറ്റില്ല. അതിനവരുടെ മുൻപിൽ വേണ്ടത് ക്രിസ്തുവിന്റെ ലൈഫാണ്. ഇപ്പോഴത്തെ ഈ സ്വതന്ത്ര മാനവികതയ്ക്കെതിരെ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഒരു അതിശ്രേഷ്ഠമായ ഒരു മാർഗമുണ്ട്. അതെന്ത് മാർഗമെന്നറിയാം? സ്നേഹത്തിന്റെ മാർഗം. ആദമിന്റെ മതം സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ആദമിന് സാത്താൻ പറഞ്ഞു, നീ സ്വതന്ത്രനാണ്, ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ലാതെ ജീവിക്കാൻ. ആദമിന്റെ മക്കൾക്കെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലൈഫ് ഇഷ്ടം. എന്നാൽ ക്രിസ്തു ഉള്ളിലുള്ളവർക്ക് സ്നേഹമാണ് ബേസ്. ഭർത്താവും ഭാര്യയും കൂടെ തമ്മിൽ വഴക്കാന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യ മർദ്ദിക്കുക. ഭാര്യയുടെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുക, എന്തിനാ നീ അവന്റെ കൂടെ കഷ്ടപ്പെടുന്നത്? ഡൈവോഴ്സ് ചെയ്തിട്ട് പോയി സ്വസ്ഥമായിട്ട് ആരെയും കെട്ടി ജീവിക്കേ, എന്തിനാ ഈ കഷ്ടപ്പാട്? അപ്പൊ കർത്താവ് എന്താ പറയുന്നത്? സ്വാതന്ത്ര്യവും രസവും അല്ല ലൈഫ്, സ്നേഹമാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ കർത്താവ് പറയും, സ്വാതന്ത്ര്യമല്ല, സ്നേഹം. ആ കുഞ്ഞിനോട് സ്നേഹം, അടിക്കുന്ന ഭർത്താവിനോട് സ്നേഹം, എതിർത്ത് നിൽക്കുന്ന ഭാര്യയോട് സ്നേഹം. ലൈഫ് എന്ന് പറയുന്ന മൊത്തം ആ സ്നേഹം എന്ന ഫൗണ്ടേഷനിൽ പണിയപ്പെടുമ്പോഴാണ് അത് ക്രിസ്തീയ മാനവികതയാണ്. നമ്മുടെ പിള്ളേര് പഠിക്കേണ്ടത് ഈ ക്രിസ്തീയ മാനവികതയാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ചെന്നിട്ട് അല്ല, സ്നേഹം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പവറുണ്ട്. കാരണം ലോകത്തിൽ ഏത് തത്വത്തിനും മുകളിലാണ് സ്നേഹമെന്ന് ക്രിസ്തുവിനെ എതിർക്കുന്നവർ വരെ സമ്മതിക്കും. കാരണം there is nothing more than love. നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പും
ആ ദൈവത്തിന്റെ അഗപ്പയിൽ ആധാരിതമായി വരണമെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ചല്ല, കർത്താവിന്റെ അകത്തെ അനുസരിച്ച് വരണമെങ്കിൽ നമ്മൾ വിചാരിച്ച് നടക്കില്ല. അതുകൊണ്ടാണ് ഇത് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പം അന്ത്യകാലത്ത് കർത്താവിന്റെ ജനമായി നമ്മൾ കാണപ്പെടണമെങ്കിൽ ഒരു സാക്ഷ്യം നമ്മൾ വഹിക്കണം. ഒരു സാക്ഷ്യം നമ്മൾ വഹിക്കണമെങ്കിൽ സ്നേഹം, അഗപ്പെ എന്നത് നമ്മുടെ ഉള്ളിലെ അടിസ്ഥാന പ്രമാണമായി വരണമെങ്കിൽ ആത്മാവിനാലുള്ള ജീവിതം നമുക്ക് വേണം. കാരണം ആത്മാവിനാൽ മാത്രമേ ഈ പുതിയ ലോക വ്യവസ്ഥയെ ജയിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ആത്മാവ് നമുക്ക് ജീവൻ തരുന്നു. എന്ത് ജീവൻ തരുന്നു? ക്രിസ്തുവിന്റെ ജീവൻ തരുന്നു. We get that life of Christ which is based on love. അപ്പൊ സ്നേഹം നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന റൂളായി വരുമ്പോൾ നമ്മുടെ ചർച്ചിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗം, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ആളോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ദിവ്യമായ അഗപ്പയാണെങ്കിൽ നമ്മളെ ആളുകൾ കാണുന്ന വേറൊരു രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ദ ഓൺലി വേ ടു വിറ്റ്നസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സാക്ഷിക്കാൻ നമുക്ക് വേറൊരു വഴിയുമില്ല. ഇന്നത്തെ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ലോകത്തിന്റെ സ്നേഹമാണ് ഈ ആത്മീയതയുടെ ഫൗണ്ടേഷൻ. അതായത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന കൂടുതൽ അത്യാഗ്രഹമുള്ളവർക്കേ ശരിക്കും വിശ്വാസമുള്ളൂ എന്നാണ്. എന്റെ മകനെ 6 ശമ്പളമുള്ള ഒരു ജോലി കൊടുക്കുന്നത്, അപ്പം നമുക്ക് ഇത്തിരി അത്യാഗ്രഹമുണ്ട്. 4 5 ഒന്നും പോരെ, 6 തന്നെ വേണം. ഇന്ത്യൻ റുപ്പിയുടെ കാര്യമായിട്ടോ. അപ്പൊ കൂടുതൽ വിശ്വാസം ആർക്കാ? എന്റെ കർത്താവ് ജീവിച്ചു പോകാനുള്ള ഒരു ജോലി കൊടുത്താൽ മതി, അതാണോ കൂടുതൽ വിശ്വാസം? കർത്താവ് 5 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്ന ഒരു ജോലി, ഏതാ കൂടുതൽ വിശ്വാസം? ഏതാ അത്യാഗ്രഹം? അതാണ് കൂടുതൽ വിശ്വാസം. നമ്മൾ അത്യാഗ്രഹത്തെ തന്നെയാണ് ഈ വിശ്വാസം എന്ന് വിളിക്കുന്നത്. ആ സ്പിരിച്വാലിറ്റി തന്നെ ലോകത്തിന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ തത്വത്തിന്റെ പിന്നാലെയാണ്. പ്രാർത്ഥനകള്, ഉപവാസങ്ങള്, പ്രവചനങ്ങള്, ഇതെല്ലാം എതിർ ക്രിസ്തുവിന്റെ മർമ്മമായ എന്റർടൈൻമെന്റ്, രസം, എൻജോയ്മെന്റ്, ലോകം, കംഫർട്ട്, അതിനേക്കാണ് ഡയറക്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. സംശയമുള്ളവർക്ക് കൈ ഉയർത്താം, എതിർപ്പുള്ളവർക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വിടുതൽ വേണ്ടേ പാസ്റ്ററെ? ഞങ്ങൾ എന്തുമാത്രം കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, ഒന്ന് സ്തോത്രം ചെയ്ത് നോക്കി, വിടുതൽ തന്നെ വരും. കർത്താവ് എന്നെ അയക്കുന്ന എല്ലാ അവസ്ഥകളും എന്നെ വിശദീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിൽ നിന്നെ രക്ഷിക്കാൻ ഞാൻ കിടന്ന് നിലവിളിക്കാതെ തന്നെ നിനക്കറിയാം. അതുകൊണ്ട് അപ്പൻ എന്ന രീതിയിൽ ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, നിന്റെ അടുക്കലേക്ക് ഇത് വിഷയത്തെ വിടുന്നു. ഞാൻ വിട്ടു. ഇനി ഞാൻ ദൈവരാജ്യത്തിന്റെ നീതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നിന്നെ പോലെ ജീവിക്കാൻ വേണ്ടി. വിട്ടു നോക്കിയത് അവന്റെ കയ്യിലേക്ക് വിട്ടിട്ട് സ്വസ്ഥമായിരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്നിൽ വസിക്കാനുള്ള ഫെയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ജീവിക്കാനും ഒരൊറ്റ പ്രമാണമേ ഉള്ളൂ. അത് വിശ്വാസത്തിന്റെ പ്രമാണമാണ്, ജീവന്റെ പ്രമാണം. A new humanity based on love. ആ ലവ് എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. നമുക്ക് ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്തവരോട് നമുക്ക് തോന്നുന്ന സ്നേഹം, സകല മനുഷ്യരോട് നമുക്ക് തോന്നുന്ന വാത്സല്യം, നമ്മൾ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് തോന്നുന്ന കരുണ, ഇതെങ്ങനെ ഉണ്ടാവും? ആത്മാവിനാൽ മാത്രമേ ഉണ്ടാവും. സോ അവർ കൾച്ചർ, ക്രിസ്ത്യൻ കൾച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് ഫുള്ളി എ ഹോളി സ്പിരിറ്റ് മൂവ്മെന്റ്. ആത്മാവിന്റെ ഒരു നടത്തിപ്പാണ് ശരിക്കും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കിത്തിരി നേരത്തെ നിർത്തണമെന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് റിയലി വെരി ടയർഡ്. അതുകൊണ്ട് വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള നമ്മളുടെ ഒന്നാമത്തെ പാഠം എന്ന് പറയും, നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് കടക്കാണ് അടുത്ത ആഴ്ച മുതൽ. അപ്പൊ സാന്റിഫിക്കേഷനെ കുറിച്ചുള്ള ഒന്നാമത്തെ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് അബൌട്ട് ഗെറ്റിംഗ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സുകൾ എന്താണെന്ന് നമ്മൾ ചില പ്രധാനപ്പെട്ട ലേഖനങ്ങളിലൂടെ നമ്മുടെ അടുത്ത ആഴ്ചകളിൽ കാണുന്നതായിരിക്കും. അത് അപ്പോസ്തലിക ഉപദേശത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുക.
God bless you all. We will